ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ മെയിൻ്റനൻസ് കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുന്നേ ഇന്ന് എന്തൊക്കെയാണ് വന്നേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്കിൽ ട്രെയിനിങ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ സ്കിൽ ട്രെയിനിങ് ടോക്കൺ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിത് റാൻഡം ആയിട്ട് ഏതെങ്കിലും പ്ലെയർക്ക് കൊടുക്കുന്നതിന് മുന്നേ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സ്കിൽ ട്രെയിനിങ് ടോക്കൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ നമ്മുടെ ഫ്രീ സ്പിന്നിലോട്ടേക്ക് പോകാം. പാക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, റൈക്കാർഡിൻ്റെ ഒരു പാക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് വന്നതാണ്. ഞാൻ മുന്നേ ഇത് കണ്ടിട്ടില്ല. സോ ഇതാണ് പൊസിഷനും ലോങ് ബോൾ കൗണ്ടറും 88 കിട്ടുന്ന 500 കോയിൻ കൊടുത്താൽ കിട്ടുന്ന ഒരു പാക്ക്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ന് വന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ഇന്ന് വന്നേക്കുന്ന പാക്കാണ് ഏരിയൽ ഫോർട്ട് എന്ന് പറഞ്ഞ സ്പെഷ്യൽ സ്കില്ലുള്ള നമ്മുടെ വാൻഡേക്കിനെയും റൂബർഡൈസിനൊക്കെ കാണാം. നല്ല ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പുതിയൊരു സ്കില്ല് വന്നിട്ടുണ്ട്. ഏരിയൽ ഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്കില്ല് എന്തെങ്കിലും ഡിഫെൻസീവായിട്ടൊരു സ്കില്ലായിരിക്കാം. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇതിൻ്റെ ഫ്രീ സ്പിന്ന് ഞാൻ എടുത്താണ്, ഒന്നും കിട്ടിയില്ല. സോ അതൊക്കെ വിടാം. പിന്നെ നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്ക് വന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദ വീക്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ബില്ലിംഗ് ഉണ്ട്. പിന്നെ ആരാണ്, പിന്നെ കാര്യമായിട്ടുള്ള ആരും ഇല്ലയെന്ന് തന്നെ പറയാം. സോ ഗാക്കോ വന്നിട്ടുണ്ട്. പിന്നെ ആരാണ്, പിന്നെ വേണ്ടവരാരും ഇല്ല. നമുക്ക് ഇതിലൊരു ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ഇല്ല കേസ്, അതിൽ ടാർഗറ്റായിട്ട് ആരും പറയാനൊന്നുമില്ല. അപ്പോൾ ഏറ്റവും റേറ്റിംഗ് ഉള്ള പ്ലെയറെ തന്നെ തന്നാൽ നല്ലതായിരുന്നു. സോ നമ്മൾ ഫ്രീ സ്പിൻ കൊടുക്കാം. ആരാണ്, വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് പാക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീ സ്പിൻ ഉള്ളത് ഒന്ന് സെലക്ഷൻ കോൺട്രാക്ട് ഉണ്ട്. ഇന്നാണ് നമുക്ക് 26 ട്രൈയും കിട്ടിയേക്കുന്നത്. സോ നമുക്ക് ഇന്ന് 2 സ്പിൻ കൂടിയുണ്ട്. അതുകൂടി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് ഒരാളെ എടുക്കുന്നത്. കാരണം 2 സ്പിന്നിൽ ഏതെങ്കിലും ഒരു ആളെ അടിച്ചു കഴിഞ്ഞാൽ 2 ആളെ നമ്മുടെ സ്കോറിലേക്ക് സെയിം പ്ലെയർ തന്നെ വന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇതുവരെ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് യൂസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഈ 2 സ്പിന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം, കറക്കി നോക്കാം. ഇതിൽ നമുക്ക് ആകെ കിട്ടിയേക്കുന്നത് ലുംബർഗിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ നമുക്ക് ഫ്രീ സ്പിന്ന് കൊടുത്ത് നോക്കാം. ആരുമില്ല. നമ്മുടെ ഈ ഒരു പാക്കിലെ ഏറ്റവും അവസാനത്തെ സ്പിൻ. ഓക്കെ, 26 സ്പിൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു എപ്പിക്ക് മാത്രം വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ നിന്നും സെലക്ഷൻ കോൺട്രാക്ട് നിന്ന് ഒരാളെ പിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്കിത് പേഴ്സണലി എനിക്ക് വേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ബെല്ലറ്റി ആയിരുന്നു. RBയിലാണ് എനിക്ക് ഡബിൾ ബൂസ്റ്റർ ഇല്ലാത്തേ ഉള്ളൂ. ഞാൻ ബെല്ലറ്റി എടുക്കുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ഒഫൻസീവ് ആയിട്ടുള്ള ഫുൾ ബാക്ക് ചൂസ് ചെയ്യാറില്ല. ഏതെങ്കിലും നമ്മുടെ എന്താ പറയുക ഡിഫൻസീവ് ആയിട്ടുള്ള റൈറ്റ് ബാക്ക് വരുവാണെങ്കിൽ നമുക്ക് സ്പിൻ ചെയ്യാം. സോ ഇതിൽ നിന്ന് പിന്നെ നല്ലൊരു കാർഡ് വരുന്നത് ഡേവിഡ് വില്ലയാണ്. ഡേവിഡ് വില്ലയുടെ ഗോൾ പോസ്റ്റ് കാർഡാണ്. പക്ഷേങ്കിൽ നമുക്ക് ഏറ്റവും റൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുവാരസ് ഉണ്ട്. അപ്പം ഈ പുള്ളിനെ സൈൻ ചെയ്താലും യൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ലുംബർഗിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്ലെച്ചറാണ് പിന്നെയുള്ളൊരു ചോയ്സ്. പുള്ളിയുടെ ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലാണ്, എന്നാലും വേണ്ടാന്ന് വെക്കുവാണ്. സോ നമ്മളങ്ങനെ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ചെയ്യുവാണ്. സ്നൈഡറെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. സ്നൈഡർ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തോളം എനിക്ക് തോന്നിയത് നല്ല അടിപൊളി പാസിങ്ങും ത്രൂ ബോളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ പല തുളച്ച് കീറുന്ന പോലുള്ള കിക്കിംഗ് പവറാണ് പുള്ളിക്കുള്ളത്. നല്ല ഷോട്ടാണ്. സോ നമ്മൾ ഇയാളെ സൈൻ ചെയ്യുകയാണ് ഗൈസ്. സ്നൈഡർ ഇൻ ദി ഹൗസ്. സ്നൈഡർ വന്നേക്കുവാണ്. പിന്നെ നമുക്ക് ഈ വീക്കിൽ ഉള്ളത് വേറൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നോമിനേറ്റിംഗ് കോൺട്രാക്ട് വന്നിട്ടുണ്ട്. ഇതിലാരൊക്കെയാണ് ഗൈസ്? ബെഡ്രി ഉണ്ട്, കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലാരാണ് ബെറ്റർ എന്നുള്ള വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനി മൺഡേ ആയിരിക്കും എപ്പിക് പാക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.